ഗായ്സ് എല്ലാവരും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കോട് SM സ്ട്രീറ്റിനടുത്തുള്ള സൺഡേ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിവരങ്ങളൊക്കെയാണ് കാണിക്കാറുള്ളത്. അപ്പോൾ അപ്പം അങ്ങനെ ഞാൻ കൊണ്ടോട്ടിന്ന് ബസ് കയറി പുതിയ സ്റ്റാൻഡിലെത്തി. പുതിയ സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ടേക്ക് നടന്നാണ് പോകുന്നത്. നടന്നുകൊണ്ട് ദൂരമേ ഉള്ളൂ, ഇത് പറഞ്ഞാൽ 3-4 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ മെല്ലെ നടന്ന്, രാവിലെ ഇവിടെ അല്ലേ, മെല്ലെ നടന്നു പോയി. ഇവിടെ എത്തിയപ്പോഴേക്കും ഓപ്പണൊന്നും അല്ല. ഒരു ചുമർ ചിത്രം കണ്ട് ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോഴേക്കും ടൈമൊക്കെ മെല്ലെ മെല്ലെ പോകുന്നുണ്ടായിരുന്നു. ടൈം മെല്ലെ മെല്ലെ പോയി കഴിഞ്ഞ സമയത്ത് തന്നെ SM സ്ട്രീറ്റ് മെല്ലെ മെല്ലെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കട കണ്ട് ഞാൻ ചീപ്പ് റേറ്റിന് 400-450 രൂപ, 500 റേഞ്ച് പാൻറ്റും ബാഗി ജീൻസിൻ്റെ പാൻറ്റ്, ടീഷർട്ടൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിങ് 150-200. നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയുണ്ട്, നമ്മൾ നോക്കിയെടുക്കണം, അത് വേറെ കാര്യം. അപ്പോൾ നമ്മളിപ്പോഴും ഉണ്ടല്ലേ, കുറേ കടകളൊക്കെ ഓപ്പണായി വരുന്നുള്ളൂ. രാവിലെ ആയതുകൊണ്ട് തന്നെയാണ്. പിന്നെ മെല്ലെ മെല്ലെ നമ്മുടെ സൺഡേ മാർക്കറ്റ് ഓപ്പണായി തുടങ്ങി. അപ്പോൾ ഒരു കടയിൽ കണ്ടു നമ്മുടെ പാത്രങ്ങൾ, വീട്ടിലേക്ക് വേണ്ട പാത്രങ്ങളൊക്കെ ചീപ്പ് റേറ്റ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അവിടെ ഞാൻ കണ്ടത് ഈ ഷർട്ട്, ടീഷർട്ട്, പാൻറ്റ്, അങ്ങനത്തെ ഐറ്റംസാണ് കൂടുതൽ. അവിടെ ആൾക്കാരാണെങ്കിൽ ഈച്ച പൊതിഞ്ഞ് കൂടി നിൽക്കുകയാണ്. അത് വാങ്ങാൻ വേണ്ടി തന്നെയായിട്ട് നമ്മൾ നോക്കിയെടുക്കണം, അത് വേറൊരു കാര്യം. പിന്നെ വേറൊരു കട ഇത് കണ്ട് ഞാൻ, ഈ പഴയ സാധനങ്ങളൊക്കെ, നമ്മുടെ പഴയ ക്യാമറ, അതുപോലെ പഴയ മൊബൈൽ ഫോണ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ, നമ്മുടെ ഈ പുരാതന വസ്തുക്കൾ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഐറ്റംസൊക്കെ തന്നെ. ക്യാമറയൊക്കെ കണ്ടിട്ട്, ക്യാമറ, ക്ലോക്ക്, പിന്നെ പഴയ റാന്തൽ വിളക്കുകൾ കണ്ട്, വാച്ച്, എല്ലാം പഴയ പഴയ സാധനങ്ങളൊക്കെയാണ്, പുരാതന വസ്തുക്കളാണ്. അപ്പം അതിൻ്റെ അപ്പുറം ഈ ഷർട്ടും പാൻറ്റൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ വീണ്ടും കുറേ പാത്രങ്ങൾ, അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ ഇതിൻ്റെ സ്പീക്കർ, ഹോം തിയേറ്റർ, അങ്ങനത്തെ ഐറ്റംസും കണ്ട്. കുറേ എണ്ണമൊക്കെ വർക്കിംഗ് ആണ്, കുറേ എണ്ണമൊക്കെ വർക്കിംഗ് അല്ല. പക്ഷെ എന്നാലും നോക്കിയെടുക്കുവാണെങ്കിൽ നല്ല സാധനം കിട്ടും നമുക്ക്. നോക്കിയവരുടെ നിന്ന് വില പേശി വാങ്ങുവാണെങ്കിൽ നല്ല സാധനങ്ങൾ കിട്ടും. പിന്നെ ഈ വീട്ടിലേക്ക് വേണ്ട സ്ക്രൂ ഡ്രൈവർ, അങ്ങനെ പ്ലെയർ, അങ്ങനത്തെ ഐറ്റംസൊക്കെ സംഭവങ്ങൾ കണ്ടു. എല്ലാം ചീപ്പ് റേറ്റേ ഉള്ളൂ കേട്ടോ, വലിയ പൈസയൊന്നുമില്ല. എല്ലാം ചീപ്പ് റേറ്റിനാണ് കിട്ടുക, ഉണ്ടല്ലേ, എല്ലാം കൂട്ടിയിട്ടൊക്കെ. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഏത് വാങ്ങണമെന്ന് കൺഫ്യൂഷനായി പോകും. പക്ഷെ നമ്മളൊന്ന് നോക്കി നമ്മുടെ പൈസയൊക്കെ സെറ്റായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നതായിരിക്കും. ഉണ്ടല്ലേ, ഹെഡ്ഫോണിനൊക്കെ സ്റ്റാർട്ടിങ് 100-150 രൂപ റേഞ്ചൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ കേസ് ഉണ്ട്, അത്യാവശ്യം വേണ്ട എല്ലാ ഫോണിൻ്റെയും കേസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നോക്കിയെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ചീപ്പ് റേറ്റിന് കിട്ടും, 100-150 രൂപ റേഞ്ചിലൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ നോക്കിയെടുക്കണം, അത് വേറെ കാര്യമാണ്. നമ്മളിവിടെ വന്നതുകൊണ്ട് കാര്യമില്ല, നമ്മൾ നല്ല സാധനങ്ങളൊക്കെ നോക്കിയെടുക്കുകയാണെങ്കിൽ നല്ല സാധനങ്ങൾ നമുക്ക് കിട്ടും. കണ്ടില്ലേ, മിക്സി, അത്യാവശ്യം വേണ്ട ഐറ്റം. അതിൻ്റെ ഏറ്റവും കൂടുതൽ പാൻറ്റ്, അങ്ങനത്തെ ഐറ്റംസ് അവിടെ ഞാൻ കണ്ടിട്ട്. ഡ്രസ്സ് ഐറ്റംസാണ് അവിടെ കൂടുതൽ കണ്ടേക്കുന്നത് തന്നെ. അവിടെ ആണെങ്കിലും ആൾക്കാർ കൂടി നിൽക്കുവാണ്. കുറേ നോക്കി, ഞാനും കുറേ നോക്കി നിന്നു. പക്ഷേ എന്താണ്, എല്ലാം നല്ല സാധനം നോക്കിയെടുക്കണം. നമ്മുടെ സൈസ് നമ്മൾ നോക്കിയെടുക്കുകയാണെങ്കിൽ എല്ലാ ഐറ്റംസൊക്കെ കിട്ടുന്നുണ്ട്. പാൻറ്റൊക്കെ ഉണ്ട്, നല്ല ജീൻസിൻ്റെ പാൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കിയെടുക്കുകയാണെങ്കിൽ നല്ല സാധനം നമുക്ക് നോക്കി കിട്ടും. സൺഡേ മാർക്കറ്റ് പറയുകയാണെങ്കിൽ ഒരു 8 മണി 9 മണി വരെയാണ് സ്റ്റാർട്ടിങ് ആയി തുറന്നതെന്ന് തോന്നുന്നു. ഞാൻ ആ സമയത്താണ് എത്തിയത് തന്നെ. അപ്പോഴേക്കും ഏറെക്കുറെ ഓപ്പണായി വരുന്നുണ്ടായിട്ടുള്ളൂ. ഉണ്ട് വേറൊരു ഇതുണ്ടല്ലേ, ഒരു ചേട്ടൻ വെക്കുന്നതാണ് ബൾബ്. ഈ വീട്ടിലേക്ക് വേണ്ട ഷോൾ ബൾബൊക്കെ ഇല്ലേ, വീട്ടിലേക്ക് വേണ്ട ഈ ചുമരിലേക്ക് വെക്കുന്ന, മതിലിൻ്റെ പുറത്ത് വെക്കുന്ന ബൾബും അതൊക്കെ ഉണ്ടല്ലേ, നല്ല അടിപൊളി ബൾബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കി ചെക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ സംഭവം നൈസായിരിക്കും. അപ്പോൾ ഇതൊരു വേറെ കടയാണ്. ഈ കടയ്ക്ക് ഉണ്ടല്ലേ പാത്രങ്ങൾ, വീട്ടിലേക്ക് വേണ്ട ഉണ്ണിയപ്പച്ചട്ടി, ജഗ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. എല്ലാം നമ്മൾ ചെറിയ ചെറിയ പൈസക്കാണ് അവർ കൊടുക്കുന്നത് തന്നെ. പിന്നെ വീട്ടിലേക്ക് വേണ്ട എന്താണ് സ്ക്രൂ ഡ്രൈവർ, പ്ലെയർ, അങ്ങനത്തെ ഐറ്റംസും ഉണ്ട്. ഈ കേൾക്കുന്ന പാട്ടൊക്കെ അവിടെ തന്നെ വെക്കുന്ന പാട്ടാട്ടോ. ആ പുള്ളിയെ കണ്ട പുള്ളി സ്പീക്കറിൽ വെച്ച് കേൾപ്പിക്കുന്ന പാട്ടാട്ടോ. പിന്നെ ചെരുപ്പൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ റൈറ്റിനൊക്കെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ പേര് വാങ്ങുന്നൊക്കെ ഉണ്ടല്ലേ, കൂട്ടിയിട്ടൊക്കെ വേണം. അപ്പോൾ നമ്മൾ നോക്കി തിരഞ്ഞെടുക്കുവാണെങ്കിൽ നല്ല ഐറ്റംസ് കിട്ടും നമുക്ക് തന്നെ. പിന്നെ മുന്നോട്ടേ പോയി കഴിഞ്ഞപ്പോൾ സോക്സും കാര്യങ്ങളും, സോക്സിനൊക്കെ 40 രൂപയാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. പിന്നെ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകൾ, ചെരുപ്പുകൾ, ഷൂസ്, എല്ലാം ചെറിയ 200-250 രൂപയൊക്കെയാണ് റേറ്റ് ഉള്ളൂ എല്ലാത്തിനും കേട്ടോ. അല്ല കൂട്ടിയിട്ടേക്കണം. അപ്പോൾ നമ്മൾ നോക്കി തിരഞ്ഞെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്കുള്ളൂ. ചില നിന്ന് എടുക്കുവാണെങ്കിൽ ഈ സംഭവം കിട്ടും നമുക്ക്. ബെൽറ്റൊക്കെ കൊണ്ടുപോകണ്ടില്ലേ, പിന്നെ ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ്, ഇതിനൊക്കെ ചെറിയ ചെറിയ പൈസ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.